أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على محمد وآله وصحبه أجمعين. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധ്യാപനങ്ങളെ നമ്മൾ പരിശോധിച്ചാൽ മനുഷ്യനല്ലാത്ത ജീവികൾക്ക് മനുഷ്യനുമായി വളരെ അടുത്ത ബന്ധമുണ്ട് എന്ന് കാണാൻ സാധിക്കും. ഈ അർത്ഥത്തിലാണ് വളർത്തുജീവികളെ നമ്മൾ പരിശോധിക്കേണ്ടത്. ഇപ്പോൾ ഒരാളൊരു സ്ഥലത്ത് വീട് വെച്ച് താമസിക്കാൻ പോവുകയാണെങ്കിൽ ഏറ്റവും അനുയോജ്യമായ സ്ഥലം മൃഗങ്ങൾ താമസിക്കാൻ ഇഷ്ടപ്പെടുന്ന സ്ഥലമാണ് എന്നാണ്. അപ്പോൾ ഒരു പശു അതിൻ്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ്. പശു മേഞ്ഞു തിന്നതിന് ശേഷം അത് വിശ്രമിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്ന സ്ഥലം മനുഷ്യന് താമസിക്കാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലമായിരിക്കും. ഇതുപോലെ പൂച്ചകൾ വിശ്രമിക്കുന്ന സ്ഥലം ഏറ്റവും സുരക്ഷിതമായ സ്ഥലമായിരിക്കുമെന്നാണ്. അങ്ങനെ സുരക്ഷിത സ്ഥാനത്തെ പൂച്ച വിശ്രമിക്കുകയുള്ളൂ. മനുഷ്യനുമായി വളരെ അടുപ്പമുള്ളൊരു ജീവിയാണ് കോഴി, പ്രത്യേകിച്ച് പൂവൻ കോഴികൾ. പിടക്കോഴികൾ മനുഷ്യനോട് അടുക്കുന്നതിനേക്കാൾ വളരെ എളുപ്പത്തിൽ പൂവൻ കോഴികൾ അടുക്കും. നമ്മൾ കോഴികളെ വളർത്തിയാൽ പൂവൻ കോഴി കുറേ ദിവസം നമ്മുടെ കൂടെ താമസിച്ചാൽ പിന്നെ ആ കോഴിയെ അറുക്കാനൊന്നും തോന്നില്ല. കാരണം അത്രയും പരിചയം കാണിക്കും, അടുപ്പം കാണിക്കും. അള്ളാഹുവിൻ്റെ അർശിനെ വഹിക്കുന്ന മലക്കുകളുടെ ബാങ്ക് കേൾക്കുന്ന സമയത്താണ് പൂവൻ കോഴികൾ രാവിലെ ആദ്യമായി കൂവുന്നത് എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ രാവിലെ പുലർച്ചെ സുബഹിയുടെ ശേഷമോ അല്ലെങ്കിൽ സുബഹിയുടെ അല്പം മുമ്പോ ആയി കൂവുന്ന പൂവൻ കോഴികൾ വീട്ടിന് ഒരു നല്ല ലക്ഷണമായി കണക്കാക്കാം. എന്നാൽ രാത്രി കോഴി കൂവി നിർത്തിയിട്ട് പ്രശ്നമൊന്നും സംഭവിക്കാറില്ല. അതൊരു പക്ഷേ കുറുക്കനോ പൂച്ചയ്ക്കോ അതിലൂടെ മണ്ടിയത് കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പേടിയുള്ള കാര്യങ്ങൾ ഉണ്ടായതുകൊണ്ടോ അല്ലെങ്കിൽ ലൈറ്റ് കണ്ടതുകൊണ്ടോ ഒക്കെ ആയിരിക്കാം. സുബഹിയുടെ അല്പം മുമ്പ് കോഴി കൂവുന്നത് ഒരു നല്ല ലക്ഷണമാണ്. ബാക്കി എങ്ങനെ കൂവിയാലും അതിനെ നമുക്ക് കാര്യമായി എടുക്കേണ്ടതില്ല, അതൊരു അപലക്ഷണമായി വരികയുമില്ല. അതുപോലെ തന്നെ രാത്രിയുടെ അടുത്ത സമയത്തോ അല്ലെങ്കിൽ പാതിരാത്രി എപ്പോഴെങ്കിലൊക്കെ ഈ കൂമൻ എന്നൊക്കെ പറയുന്ന ജീവി ഇങ്ങനെ കൂവി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മരണം നടക്കും, അല്ലെങ്കിൽ കുട്ടികൾക്ക് കുഴപ്പമാണ്. പിന്നെ ഇപ്പോഴും പല വീടുകളിലും കുട്ടികളൊക്കെ ആ ശബ്ദം കേട്ട അമ്മമാരൊക്കെ പിള്ളേരൊക്കെ അകത്ത് കയറുന്നൊക്കെ പറയും. അതിനകത്ത് വല്ല വാസ്തവമുണ്ടോ? ഈ കൂമൻ അതുപോലെ ചില ജീവികളൊക്കെ രാത്രി സഞ്ചാരമുള്ള ജീവികളാണ്. പകൽ അധികവും വിശ്രമിക്കുകയും രാത്രി സഞ്ചരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഇര തേടിയുള്ള അതിൻ്റെ യാത്രയിൽ ഇണകളെ കണ്ടെത്താനുള്ള ശ്രമത്തിനിടയിലൊക്കെ അത് ശബ്ദങ്ങളുണ്ടാക്കിയേക്കാം. അതിന് മരണവുമായി യാതൊരു ബന്ധവും ഇല്ല. രാത്രിയായാലും പകലായാലും കൂമം മൂളുന്നത് പലതുമായും ബന്ധപ്പെടുത്താറുണ്ട്. കിണറിൽ മത്സ്യം ഉണ്ടെങ്കിൽ കൂമം മൂളിയാൽ പിന്നെ മത്സ്യം ചത്തുപോകും. ഗർഭിണികളുടെ ഗർഭം അലസിപ്പോകും. അതുപോലെ കൂമം മൂളുന്ന ശബ്ദം കേട്ടാൽ രാവിലെ ഒരു മരണവാർത്ത കേൾക്കും. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് വിശ്വാസങ്ങൾ നിലവിലുണ്ട്. അതെല്ലാം തെറ്റായ വിശ്വാസങ്ങളാണ്. ജാഹിലിയ്യ കാലഘട്ടത്തിൽ പക്ഷികളുമായി ബന്ധപ്പെടുത്തി ഇങ്ങനെയുള്ള ചില വിശ്വാസങ്ങളുണ്ടായിരുന്നു. ഇസ്ലാം ഇത്തരത്തിലുള്ള പക്ഷി ലക്ഷണങ്ങളെ അംഗീകരിക്കുന്നില്ല എന്ന് വളരെ കൃത്യമായ രേഖകൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പക്ഷിശാസ്ത്രം ഒരു പരിധിവരെ അംഗീകരിച്ചിട്ടുണ്ടെങ്കിലും ജാഹിലിയത്തിൽ നിലനിന്നിരുന്ന ഇത്തരം വിശ്വാസങ്ങളെ ഇസ്ലാം ഒരിക്കലും അംഗീകരിക്കുന്നില്ല. അതേപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരുപാട് ആചാരങ്ങളുണ്ട്. ഇപ്പം ഒരു സ്ത്രീ ഗർഭിണിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പള്ള കാണുക എന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ വരുന്നുണ്ട്. ആക്ച്വലി പേരെങ്ങനെയാണെങ്കിലും അങ്ങനത്തെ ഒരു സംഭവം നടക്കുന്നില്ലെങ്കിൽ പോലും ബന്ധുജനങ്ങളെല്ലാം ഒത്തുചേരുന്ന ഒരു സംഭവം. സത്യത്തിൽ അതൊരു സൗഹൃദ കൂട്ടായ്മയൊക്കെയാണ്. അതിന് സൈക്കോളജിക്കലായിട്ടും അതേപോലെ മതപരമായിട്ടും എന്തൊക്കെയാണ് അതിൻ്റെ മാനദണ്ഡം? ഈ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ എന്നിവയെ പരിശോധിക്കുമ്പോൾ ആചാരങ്ങൾക്ക് ചില പാരമ്പര്യം ഉണ്ടാവും.
എന്നതാണ് പ്രത്യേകത. പിന്നെ അനുഷ്ഠാനങ്ങൾ എല്ലാവരും ചെയ്യേണ്ട കാര്യങ്ങളുമാണ്. ആചാരങ്ങളിൽ ചിലത് അനുഷ്ഠാനങ്ങളുമായി ബന്ധമുള്ളതും ചിലത് അനുഷ്ഠാനങ്ങളുമായി ബന്ധമില്ലാത്തതുമാണ്. അതിനെ നമ്മൾ വളരെ കൃത്യമായി വേർതിരിച്ച് തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. ഗർഭം, പ്രസവം, പ്രസവാനന്തര ശുശ്രൂഷ എന്നിവയുമായി ബന്ധപ്പെട്ട് ധാരാളം ആചാരങ്ങളുണ്ട്. ചിലതൊക്കെ അടിസ്ഥാനമുള്ളതാണ്. 9ാം മാസത്തിൽ ഭർത്താവിൻ്റെ ബന്ധുക്കളിൽ പ്രധാനികൾ ഭാര്യ വീട്ടിൽ ചെന്ന് ഗർഭിണിയായ സ്ത്രീയെ കാണുന്ന ഒരു പഴയ പ്രവർത്തനത്തിനാണ് പള്ള കാണൽ എന്ന് പറയുന്നത്. അതിൻ്റെ പിന്നിലുള്ള സൈക്കോളജിക്കലായ രഹസ്യം എന്ന് പറയുന്നത് ഹമലത്തുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ന് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഉമ്മ ഒരു കുട്ടിയെ ഗർഭം ധരിക്കുന്നത് പ്രയാസത്തിനുമേൽ പ്രയാസം സഹിച്ചുകൊണ്ടാണ്. ഈ പ്രയാസം പ്രസവത്തോടടുത്ത് വരുന്നതിനനുസരിച്ച് ഇങ്ങനെ വർദ്ധിച്ച് കൂടിക്കൊണ്ടുവരും. അതുകൊണ്ട് കൂടുതൽ ആശ്വാസം കൊടുക്കേണ്ട സമയമാണ് പ്രസവത്തോടനുബന്ധിച്ച സമയങ്ങൾ. ഈ ആശ്വാസമാണ് സുഖപ്രസവത്തിന് പ്രചോദനമാകുന്നത്. അപ്പോൾ വീട്ടിലുള്ള സ്വാഭാവികമായിട്ടും മലബാർ ഏരിയയിലൊക്കെ നമ്മൾ പരിശോധിച്ചാൽ പ്രസവത്തോടടുക്കുന്ന സമയത്ത് ഭാര്യയുടെ വീട്ടിലാണ് താമസിക്കുക. ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ഒരു 5ാം മാസത്തിൽ, ചില സ്ഥലത്ത് 7ാം മാസത്തിലൊക്കെ ഭാര്യയുടെ വീട്ടിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോകും. പിന്നെ അവിടെയാണ് താമസമുള്ളത്. അപ്പോൾ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നുള്ള ആളുകൾ എന്തെങ്കിലുമൊക്കെ ചീരിനൊക്കെ ഉണ്ടാക്കി പ്രായമായ ഉമ്മാമ്മമാർ, അമ്മായിമാർ എന്നിവർ ഗർഭിണിയായ പ്രസവത്തോടടുത്ത് നിൽക്കുന്ന സ്ത്രീയെ പോയി കണ്ട് അവരുടെ സുഖപ്രസവത്തിൻ്റെ അനുഭവങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പഴമക്കാരുണ്ടാക്കിയ ഒരു രീതിയാണ് പള്ള കാണൽ എന്ന രീതി. പേര് അതാണെങ്കിലും പരിപാടിയിൽ നടക്കേണ്ട കാര്യം ഇതാണ്. അപ്പോൾ അങ്ങനെ ഒരർത്ഥത്തിൽ അത് നടക്കുകയാണെങ്കിൽ ബുദ്ധിമുട്ടൊന്നുമില്ല, നല്ല കാര്യമാണ്, ചെയ്യേണ്ടതുമാണ്. പിന്നെ സ്വാഭാവികമായിട്ടും ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചീരണി ഉണ്ടാക്കി കൊണ്ടുപോകും. ഒരു കാഴ്ച, അതൊരു നല്ല കാര്യമാണ്. ഇന്നിപ്പോൾ കാഴ്ച വലിയ സംഭവമാക്കി മാറ്റി അധികം വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നതുമല്ല കൊണ്ടുപോകുന്നത്, കടയിൽ നിന്ന് വാങ്ങിയതാണ്. ഇങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ അതിന് വന്നിട്ടുണ്ട്. എന്നാലും അതിൽ നടക്കേണ്ട ഒരു പ്രവർത്തനം 10 പ്രസവിച്ചവർ 12 പ്രസവിച്ചവരൊക്കെയാണ് പോവുക. അപ്പോൾ അവരുടെ സുഖപ്രസവത്തിൻ്റെ അനുഭവങ്ങൾ പറഞ്ഞ് സുഖപ്രസവത്തിന് വേണ്ടിയുള്ള ഒരുക്കം ഉണ്ടാവാൻ ഈ ഗർഭിണിയായ സ്ത്രീയെ പ്രചോദിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം. ഇന്ന് നടക്കുന്നൊരു കാര്യം ചെന്നിട്ട് എല്ലാ പ്രയാസമുള്ള പ്രസവത്തെക്കുറിച്ചും വർണ്ണിച്ചു കൊടുക്കും. അവിടെ സിസേറിയനാണ്, മറ്റോടത്ത് ഓപ്പറേഷനാണ് എന്ന് പറഞ്ഞിട്ട്, ഇവിടെ 8ാം മാസത്തിലാണ് എന്ന് പറഞ്ഞിട്ട്, അങ്ങനെ ഒന്ന് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് ഈ ഗർഭിണിയുടെ മുമ്പിൽ നിന്ന് മറച്ചു വെക്കുകയും സുഖപ്രസവങ്ങൾ ഏതെല്ലാം നടന്നിട്ടുണ്ടോ അതിൻ്റെ ലിസ്റ്റ് അവരുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. അപ്പോൾ ഇതിനൊരു നല്ല കർമ്മമായി കാണാം, പക്ഷെ അതിൻ്റെ ഉദ്ദേശത്തിൽ നിന്ന് തെറ്റിക്കരുത് എന്ന് മാത്രം. നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ ആശ്വാസത്തിന് വേണ്ടി ഉണ്ടാക്കിയ ചടങ്ങ് ഒരു പക്ഷേ മനസ്സമാധാനം കളയുന്ന രീതിയിൽ ഇതുപോലെ പ്രസവത്തിൻ്റെ കാര്യങ്ങളും ഓപ്പറേഷൻ്റെ കാര്യങ്ങളും പറയുമ്പോൾ ഒപ്പം തന്നെ കൊണ്ടുചെന്ന ചീർണിയുടെയും പലഹാരത്തിൻ്റെയും ഇടയിലും അവിടെ ചെന്ന് സ്വീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന വേണ്ട പോലെ ഭർത്താവിൻ്റെ വീട്ടുകാർ സ്വീകരിച്ചതിൽ വന്ന പോരായ്മകളും എല്ലാമായിട്ട് തുടർ ദിവസങ്ങളിൽ മനസ്സമാധാനം കളയുന്ന രീതിയിലേക്കാണ് ഇന്നത്തെ പല ചടങ്ങുകളുമായി പോകുന്നത്. തീർച്ചയായും അതെന്തുകൊണ്ടും വിമർശിക്കപ്പെടേണ്ടതാണ്. അതായത് ഈ പകരം വീട്ടാൻ ഗർഭമുണ്ടാവട്ടെ എന്ന് കരുതി കാത്തു നിൽക്കുന്ന ഭർത്തൃ വീട്ടുകാർ പലയിടത്തും വലിയൊരു തലവേദനയാണ്. എന്തെങ്കിലുമൊക്കെ പെങ്ങളെ കെട്ടിച്ചപ്പോഴൊക്കെ ഉണ്ടായ ചില അസ്വസ്ഥതകൾക്കൊക്കെ പകരം തീർക്കാൻ എല്ലാവർക്കും അവസരം വരുമല്ലോ എന്ന് പറഞ്ഞിട്ട് ഗർഭം വരെ കാത്തു നിൽക്കുന്നു. അങ്ങനെ ഗർഭം മുതൽ പ്രസവവും പ്രസവത്തിന് ശേഷം ഒരു 90 ദിവസമൊക്കെ കഴിയുന്നത് വരേക്കും ഇതിൻ്റെ പകരം വീട്ടലുകളാണ് പലപ്പോഴും നടക്കാറുള്ളത്. അതൊരു ദൗർഭാഗ്യകരമായ കാര്യമാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രയാസത്തിന് മേൽ പ്രയാസം അനുഭവിക്കുന്ന അവിടെ അവർക്ക് വീണ്ടും പ്രയാസമാകും. ഈ പരിപാടി വീണ്ടും എളുപ്പാക്കാനാണ് ചെല്ലണത്, അത് വീണ്ടും പ്രയാസമാക്കി മാറ്റുന്ന തരത്തിലേക്ക് മാറും. ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് വയറ്റ് നേർച്ച എന്നൊക്കെ പറഞ്ഞിട്ടൊരു തപ്പാത്തി, അങ്ങനെ എന്തൊക്കെ പറഞ്ഞിട്ട് പല നാട്ടിൽ പ്രാദേശികമായി മാറ്റങ്ങളുണ്ടാകാം. എന്താണ് ഈ വയറ്റ് നേർച്ച? അത് ഇസ്ലാമികമായി എങ്ങനെയാണെന്നുള്ളതാണ് നമുക്കറിയാം.
കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നിലവിലുള്ളതല്ല അത്. ചില ഭാഗങ്ങളിൽ മാത്രമാണ് വയറ്റ് നേർച്ച എന്നൊരു പരിപാടി ഉള്ളത്. അത് നേരത്തെ പറഞ്ഞതുപോലെ 8 മാസത്തിന് ശേഷം, ഗർഭം 8 മാസം തികഞ്ഞതിന് ശേഷം പ്രത്യേകമായ പലഹാരങ്ങൾ അല്ലെങ്കിൽ പായസങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് അത് പള്ളിയിലേക്ക് കൊടുത്തയക്കും. എന്നിട്ട് അവിടെ ഒരു ഫാത്തിഹ ഓതിയിട്ട് അത് വിതരണം ചെയ്യുന്ന ഒരു രീതിയാണ്. പ്രസവം എളുപ്പമാകാൻ വേണ്ടിയിട്ടും കുട്ടികൾ സാലിഹ്യങ്ങളാകാൻ വേണ്ടിയിട്ടും ഒക്കെ ചെയ്യുന്ന ഒരു നേർച്ച പരിപാടി. ഇതിന് ഫാത്തിഹ നേർച്ച എന്ന് ചില സ്ഥലത്ത് പേര് പറയും. പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. ഇവിടെ സുഖപ്രസവത്തിന് വേണ്ടി എന്തെങ്കിലും മധുരം ഉണ്ടാക്കി ആർക്കെങ്കിലും കൊടുക്കുന്നതിന് യഥാർത്ഥത്തിൽ വിരോധമല്ല. അത് പള്ളിയിലേക്ക് കൊടുത്തയക്കുന്നതിനും വിരോധമല്ല. പ്രസവം സുഖമാകാൻ വേണ്ടി ഫാത്തിഹ ഓതുന്നതിനും വിരോധമില്ല. പക്ഷേ ഇങ്ങനെ ഒരു നേർച്ച പരിപാടി യഥാർത്ഥത്തിൽ ഇസ്ലാമിലില്ല. ഇസ്ലാമികമല്ല. നേർച്ചയുണ്ട്, ഹദിയ ചെയ്യലുണ്ട്, ദാനധർമ്മങ്ങൾ നടത്തി ദുആ ചെയ്യലുണ്ട്, എല്ലാം ഉണ്ടെങ്കിലും ഗർഭവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു ആചാരം ഇസ്ലാമികമായി നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ല. അതോടൊപ്പം ദാനധർമ്മങ്ങളും നേർച്ചകളും എല്ലാം നടക്കേണ്ടതുമാണ്. ഒരുപക്ഷെ ഈ ഹദിയ ചെയ്യുന്നത് കൊണ്ട്, പ്രാർത്ഥന കൊണ്ട്, ഫാത്തിഹ കൊണ്ട്, പ്രത്യേകിച്ച് പള്ളികളിലേക്ക് കൊടുക്കുന്നത് കൊണ്ടൊക്കെ അതിൻ്റെ ഗുണമുണ്ടായേക്കാം. തീർച്ചയായും ഗുണമുണ്ടാവും. പക്ഷെ ഇത് ഇസ്ലാമികമായി ഇതിന് ഹദീസിലോ ഖുർആനിൻ്റെയൊക്കെ പാരമ്പര്യമായി ഉള്ളതാണ് എന്ന രീതിയിൽ അങ്ങനെ ചെയ്യേണ്ടതില്ല എന്നർത്ഥം.